ഹായ് ഗൈസ്, നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് വന്നിട്ട് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്തോട്ടാണ്. ഗോപിനാഥം ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ബോർഡറിലുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ജയലാൻഡ് റിസോർട്ടിലോട്ടാണ് ഇന്നത്തെ യാത്ര. ഈ റിസോർട്ടിൻ്റെ പേര് ഗോപിനാഥം മിസ്റ്ററി ട്രെയിൽസ് എന്നാണ്. ഇത് ഗോപിനാഥം ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു റിസോർട്ടുള്ളത്. ജയലാൻഡ് റിസോർട്ടാണ്. വീരപ്പൻ ജനിച്ച സ്ഥലമാണ് ഗോപിനാഥം. വീരപ്പനായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളവിടെ കാണാനുണ്ട്. കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു റിസോർട്ടാണത്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള റിസോർട്ടാണ്, പക്ഷേ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റിസോർട്ടാണ്. ഈ കർണാടകയിലെ ഒട്ടുമിക്ക ഫോറസ്റ്റുകളിലും ഈ ജയലാറിൻ്റെ റിസോർട്ട് കാണാൻ പറ്റും. ബന്ദിപ്പുര റിസോർട്ടുണ്ട്, അതേപോലെ തന്നെ കബനി, നാഗർഹോള, അങ്ങനെ ഒട്ടുമിക്ക ഫോറസ്റ്റുകളിലും ഈ കർണാടക ഫോറസ്റ്റുകളിലും അവർക്ക് റിസോർട്ടുണ്ട്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പാക്കേജ് ആയിരിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കേജിൽ സ്റ്റേ മാത്രമല്ല വരുന്നത്. സ്റ്റേയുടെ കൂടെ തന്നെ ലഞ്ച്, ഡിന്നർ, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡിംഗ് ആണ്. ജംഗിൾ സഫാരി ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ കുറേ നല്ല ആക്ടിവിറ്റീസ് ഇവരെ പാക്കേജിൽ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാക്കേജ് കുറച്ച് എക്സ്പെൻസീവായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റേക്ക് വന്നിട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഹെഡ് 3,500 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 4 പേരുണ്ട്, 2 അഡൽട്സും 2 കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തം പാക്കേജ് 10,000 രൂപയാണ് 1 നൈറ്റ് സ്റ്റേക്ക് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സഫാരി ഉണ്ട്, 2 മണിക്കൂറിൻ്റെ സഫാരി വരുന്നുണ്ട്. പിന്നെ ബോട്ടിങ്, അങ്ങനത്തെ കയാക്കിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ജംഗിൾ ട്രക്കിംഗ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാം കൂടി ഭക്ഷണം എല്ലാം അടക്കമാണ്. ലഞ്ച്, ഡിന്നർ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടക്കമാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് വരാനായിട്ട് 2 വഴിയുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ തമിഴ്നാട് വഴി ഹൊസൂർ, ധർമ്മപുരി വഴി കയറി വരാം. അങ്ങനെ പോവുകയാണെങ്കിൽ ചുരം കയറേണ്ട, മാത്രമല്ല കിലോമീറ്ററും കുറവാണ്. പക്ഷേ ഞങ്ങൾ പോയ വഴി എന്ന് പറഞ്ഞാൽ കനക്പുര, കൊല്ലീഗൽ, മഹാദേശ്വര ചുരം അതെല്ലാം കയറിയിട്ടുള്ള വഴിയാണ് ഞങ്ങൾ വന്ന വഴി. അപ്പോൾ ആ വഴിക്ക് കിലോമീറ്റർ കുറച്ച് കൂടുതലാണ്, പക്ഷേ ഭയങ്കര സീനിക്കായിട്ടുള്ള റൂട്ടാണ്. ചുരെല്ലാം കയറി ഇങ്ങനെ പോവാം. നിങ്ങൾ ഈ 2 സൈഡിലും കാണുന്ന പോലെ തന്നെ നിറയെ പാടങ്ങളും കൃഷിക്കായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പോകുന്ന വഴി ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ചുരം വന്ന് കയറും. നമ്മൾ ധർമ്മപുരി വഴി പോവുകയാണെങ്കിൽ ധർമ്മപുരി വരെ ഹൈവേ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മേട്ടൂർ ഡാമിൻ്റെ സൈഡിൽ കൂടെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ അധികം റിസ്ക് എടുക്കാൻ വയ്യാത്ത ഡ്രൈവാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഴിക്ക് പോകാം, ഹൈവേ വഴി പോകാം. അല്ലെങ്കിൽ നല്ല ആസ്വദിച്ച് പതുക്കെ പോയാൽ മതി, നല്ല സീനിക് റൂട്ടിങ് കണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ട് കൊല്ലീഗൽ, ഈ മഹാദേശ്വര ബെട്ട എന്ന് പറഞ്ഞിട്ടുള്ള ചുരം കയറിയിട്ടുള്ള റൂട്ട് അത് സെലക്ട് ചെയ്യാം. എന്ത് ഭംഗിയാണെന്നറിയ വഴിക്ക്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾ വരാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വഴിക്ക് തന്നെ വരാൻ നോക്കുക. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ കാണാൻ അസാധ്യ ഭംഗിയാണ്. ഇപ്പോൾ സമയം രാവിലെ ഒരു 9 മണിക്കായിട്ടുള്ളൂ. റോഡിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിമനോഹരമായ റോഡാണ്. ചുറ്റും മലനിരകളും പാടങ്ങളും, അതിൻ്റെ നടുക്കി കൂടെ പോകുന്നൊരു നാഷണൽ ഹൈവേ. അതിൻ്റെ കൂടെ നല്ലൊരു മലയാളം പാട്ടയും കേട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു സുഖം, അതൊരു വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ അധികം ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒന്നും കാണില്ല. അപ്പോൾ ഞങ്ങൾ കണ്ട് ഒരു കട നിർത്തി. ഇതൊരു തട്ടുകടയാണ്, ചെറിയൊരു കടയാണ്. പക്ഷേ ഇവിടുത്തെ ഭക്ഷണം ഒരു രക്ഷയില്ല. നല്ല വലിയ ഇഡ്ഡലി, അതേപോലെ തന്നെ ബജി, അതൊക്കെയാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ ഈ ഭാഗത്ത് കുറേ കരിമ്പിൻ തോട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലായിട്ട് കുറേ കരിമ്പിൻ ജ്യൂസ് വെക്കുന്ന ചെറിയ കടകൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കട കണ്ടത്. നേരെ നിർത്തി 2 ജ്യൂസ് മേടിച്ചു. നല്ല മധുരമുള്ള ജ്യൂസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കുടിക്കാൻ പറ്റില്ല, ചിലപ്പോൾ മത്ത് പിടിക്കും. 2 മേടിച്ചു, 2 കഴിച്ചു. നമുക്കിനി യാത്രകൾ തുടരാം.
നമ്മളിപ്പോൾ ചുരം എത്താറായിട്ടുണ്ട്. അപ്പോൾ വഴി ഇടയ്ക്ക് വെച്ച് കുറച്ച് മോശമാണ്. ഇടയ്ക്ക് റോഡെല്ലാം ടാറൊന്നുമില്ല, ചെങ്കല്ലാണ്. നമ്മളങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. മഹാദേശ്വര ബെട്ട എന്ന് പറഞ്ഞിട്ടുള്ള റോഡാണത്. മഹാദേശ്വര ബെട്ട ചുരമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് 27 ഹെയർ പിൻസ് ഉണ്ട്. ഇത് വലിയൊരു ഡിഫിക്കൽട്ടി ഉള്ളൊരു കയറ്റല്ല, ഹെയർ പിന്നല്ല. നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്നൊരു ടെറൈൻ തന്നെയാണത്. ഈ ഒരു ചുരം കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് കോട്ടയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നേരെ മറ്റേ വഴിക്ക് വരാണെങ്കിൽ, ധർമ്മപുരി വഴിക്ക് വരാണെങ്കിൽ ഈ ചുരം കയറേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് എത്തുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഈ ചുരം വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചുരം കവർ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ചധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് ഇവിടെ, ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമാറ്റ്, നല്ലൊരു വൈബാണ്. നമ്മൾ ചുരമെല്ലാം ഇറങ്ങി നമ്മുടെ സ്റ്റേയിൽ എത്താറായിട്ടുണ്ട്, റിസോർട്ട് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം, ഒരു 6 കിലോമീറ്റർ, ഈ 6 കിലോമീറ്റർ നമുക്കിനി ഈ കാട്ടിൽ കൂടെ, ഈ ഒരു ഇടുങ്ങിയ വഴി കൂടെ പോകണം. അപ്പോൾ ഏകദേശം ഒരു 250 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരെ ഓഫീസ്, ഫ്രണ്ട് ഓഫീസാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന ഇദ്ദേഹമാണ് സ്വാമി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ആളാണ് ഇവിടുത്തെ കെയർ ടേക്കർ. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആളെ വിളിച്ചാൽ മതി വരുന്നുണ്ടെങ്കിൽ, ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ മൂപ്പരെ വിളിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൈക്കിളൊക്കെ ഉണ്ട്, ഇതൊക്കെ എടുത്ത് കറങ്ങാൻ പോകാം. അതേപോലെ തന്നെ ബാഡ്മിൻ്റൺ ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് എല്ലാം ഉണ്ട്. അതൊക്കെ വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നേരെ കാണുന്ന ആ ഒരു കോട്ടേജാണ്. നമ്മുടെ കോട്ടേജും ഇത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഓല മേഞ്ഞ, അതായത് പനിയോല മേഞ്ഞിട്ടുള്ള ടെൻ്റ് അടിച്ചിട്ടുള്ളൊരു കോട്ടേജാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് റിവറാണ്, കാവേരി നദിയാണ് വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ എല്ലാ കോട്ടേജും വരുന്നത്. നോക്കിയിറങ്ങി ഈ ഒരു കോട്ടേജിലേക്ക് പവർ സപ്ലൈ കൊടുത്തിട്ടുള്ളത് സോളാർ പാനൽ വെച്ചിട്ടാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് എയർ കൂളർ വരും. അതേപോലെ തന്നെ വലിയൊരു ഡബിൾ കോട്ടാണ്. അതേപോലെ ഒരു ഫാൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ 4 പേരുള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ ബെഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സൗകര്യമുള്ളൊരു വാഷ്റൂമും ടോയ്ലറ്റെല്ലാം ഉണ്ട്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര ഭംഗിയാണ്, നല്ലൊരു വൈബ്, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും ഇത് പുറത്തായിരിക്കും. യൂണീക്കായിട്ടുള്ളൊരു കോട്ടേജാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ വീരപ്പൻ്റെ ടൈമിലൊക്കെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് താമസിച്ചിരുന്ന ഒരു കോട്ടേജാണത്. ആ വീരപ്പനെ പിടിക്കാൻ വരുന്ന ഈ പോലീസ് ഓഫീസേഴ്സ് അല്ലേ, അപ്പം ആ ഒരു ദൗത്യസേന താമസിച്ചിരുന്ന കോട്ടേജാണ്. പിന്നെ ആ ഒരു ദൗത്യം അത് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പോകാം. ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്തൊരു സഫാരിക്ക് പോകാനായിട്ട്. ഈ സഫാരി വന്നിട്ട് 2 മണിക്കൂറിൻ്റെ സഫാരിയാണ്. നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ സഫാരിക്ക് പോകാം. നല്ല കർണാടക സ്റ്റൈലിലുള്ള ചിക്കൻ കറിയും പച്ചരിച്ചോറായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല സ്വീറ്റ്സും പായസം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജീപ്പ് ഇതാണ്, സഫാരിക്ക് പോകുന്ന ജീപ്പ് ഇതാണ്. സഫാരി ഒരു 2 മണിക്കൂറാണ്. നമുക്ക് സഫാരിക്ക് പോയിട്ട് പിന്നെ നാളെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ಮತ್ತು ಆ ಬೆಟ್ಟ ಬಂದು ನಾಗಮಲೆ ಅಂತ ಹೇಳಿ ಸರ್, ಅದು ಮಾದೇಶ್ವರ ಬೆಟ್ಟ, ಇದು ಮೈಲುಮಲೆ ಅಂತ ಹೇಳ್ತಾರೆ. അപ്പോൾ ഇതാണ് കാവേരി നദി. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു മലകളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ സഫാരി പോകുന്നത്. ഇവിടുത്തെ സഫാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിമൽ സൈറ്റിംഗ് ഒന്നും പ്രതീക്ഷിച്ച് ഈ ഒരു സഫാരിക്ക് പോകരുത്. എനിമൽ സൈറ്റിംഗ് വളരെ കുറവുള്ളൊരു സഫാരിയാണിത്. പ്രത്യേകിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേഡ്സാണ്. ബേഡ്സ് വാച്ചിങ്ങിന് പറ്റിയൊരു സഫാരിയാണ്, അല്ലാതെ എനിമൽ സൈറ്റിങ്ങിന് പറ്റിയൊരു സഫാരി അല്ലത്.
പിന്നെ 2 മണിക്കൂർ ഈ ഒരു കാടിൻ്റെ ആംബിയൻസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര പോകാമെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വൈബ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനിമൽ സൈറ്റിംഗ് കാണാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ലൊരു യാത്ര തന്നെയാണ്. ഇഷ്ടം പോലെ പക്ഷികളെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കറക്റ്റായിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെയാണ് പക്ഷികൾ, ഇതൊക്കെയാണ് അതിൻ്റെ പേര്. എല്ലാം നിർത്തി കുറേ നേരം നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വേണ്ട സൗകര്യം ആൾ ചെയ്തു തരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു യാത്ര തന്നെയാണ്. ആ ഒരു യാത്ര കാടിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു യാത്ര അത് അതിമനോഹരം തന്നെയാണ്. ಆಫೀಸರ್ ಶ್ರೀನಿವಾಸ್ ಅವ್ರ ಮೆಮೋರಿಯಲ್ ಸರ್ ಇದು. ವೀರಪ್ಪನು ಇಲ್ಲೇ ಅವ್ರ IFS ಆಫೀಸರ್ನ ಶೂಟ್ ಮಾಡಿ ಸಾಯಿಸಿದ್ರಲ್ಲ ಅದೇ ಜಾಗ. ഇതാണ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീനിവാസൻ്റെ മെമ്മോറിയൽ. ഇവിടെ വെച്ചിട്ടാണ് വീരപ്പൻ ആളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. ഷൂട്ട് ചെയ്ത് കൊല്ലുക മാത്രമല്ല, ആളെ തല വെട്ടി വെച്ച് ഇവിടെ കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത്. ആ നേരെ കാണുന്ന ആ പുഴയിൽ വെച്ചിട്ടാണ്, അവിടെയും ഒരു ചെറിയ സ്മാരകമുണ്ട്. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആളെ ബോഡി നമുക്ക് കിട്ടുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന ആളെ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് പ്രത്യേകതരം ഒരു വൈബാണ് ഫീൽ ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ച് ഒരു കാം ആൻഡ് പീസ് ആയിട്ടുള്ളൊരു ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേകതരം വൈബാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഗുഡ് മോർണിംഗ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് പോവുകയാണ്. ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്. ഒന്ന് പെഡൽ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ കൊട്ടവഞ്ചി ഉണ്ട്, അതേപോലെ കയാക്കിംഗ് എന്ന് പറഞ്ഞ വേറെ ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റീസിനൊന്നും സമയമില്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ ഈ ഒരു പെഡൽ ബോട്ടിൽ 1 ഹവറിൻ്റെ അടുത്ത് പോയി, അതേപോലെ അത് കഴിഞ്ഞ് കൊട്ടവഞ്ചിയിൽ വേറൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് അതിൽ കറങ്ങാൻ പോയി. അപ്പം അത് തന്നെയാണ്, നമുക്ക് മടുക്കുന്ന വരെ അതിൽ കറങ്ങാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത് ഈ ഒരു ബോട്ടിങ്, ഈ ഒരു വാട്ടർ ആക്ടിവിറ്റീസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൈബാണ്. പ്രത്യേകിച്ചും അതിരാവിലെ തന്നെ ആയതുകൊണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു ആംബിയൻസും തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാൻ നോക്കുക. ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ലൊരു ആംബിയൻസ് ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഒരു വന്നബുദ്ധം പറ്റിപ്പോയി നമ്മൾ തുഴഞ്ഞു വന്നിട്ട് പെഡൽ ബോട്ട് ചവിട്ടി വന്നിട്ട് ആ തീരത്തെത്തിയപ്പോൾ അടുപ്പിച്ചവിടേക്ക്. അപ്പോൾ ബോട്ട് മണ്ണിൽ സ്റ്റക്കായി പോയി. അപ്പോൾ അവിടെ നിന്ന് കൊട്ടവഞ്ചിയിൽ ആൾ വന്നിട്ട് വേണം നമ്മളെ റിലീസ് ചെയ്യാനായിട്ട്. അങ്ങനെ കൊട്ടവഞ്ചിയിൽ ആൾ വന്നിട്ട് നമ്മളവിടെ നിന്ന് അവിടെ തള്ളി കയറ്റി. അപ്പോൾ വീണ്ടും നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ പെഡൽ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ 1 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കൊട്ടവഞ്ചി പോയി, അത് വേറൊരു ലെവലാണ്. അപ്പം നമുക്ക് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഹൊഗനിക്കൽ വരുന്നത്. ആ ഹൊഗനിക്കലും കൂടി ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ബാംഗ്ലൂർ പോകാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളങ്ങനെ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇപ്പോൾ നേരെ ഹൊഗനിക്കൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണ്, ഉൾവഴിയാണ്.
ചുറ്റും നമ്മുടെ ചോളത്തിൻ്റെ കുറേ പാടങ്ങൾ, ചോളത്തിൻ്റെ കൃഷി കുറേ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു ഉൾഗ്രാമത്തിൽ കൂടെ ഉള്ളൊരു വഴിയാണ്. കർണാടക ഗ്രാമത്തിൽ കൂടെ ഉള്ളൊരു നല്ലൊരു വഴിയാണ്. പക്ഷേ ഇവിടെ ഒന്നും അധികം ആൾക്കാരൊന്നും കാണാനില്ല. ആ ഒരു അമ്പലം കണ്ട, ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 പോലീസുകാരുടെ പ്രതിമയുണ്ട്. ഇത് വീരപ്പനെ പിടിക്കാൻ വന്ന പോലീസുകാരുടെ പ്രതീകമായിട്ടുള്ള പ്രതിമകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല, പക്ഷെ കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ഉണ്ട്. ഈ റിസോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഉണ്ട് ഹൊഗനിക്കലെത്താനായിട്ട്. അപ്പോൾ ഇത് കർണാടകയുടെ ഭാഗത്തുള്ള ഹൊഗനിക്കലിൻ്റെ എൻട്രി പോയിൻ്റാണ്. അപ്പം അവിടെ പോയാൽ നമുക്ക് ആ സെയിം കൊട്ടവഞ്ചിയും പിന്നെ ആ ഒരു സെയിം എക്സ്പീരിയൻസും അതുപോലെ തന്നെ കുറേ ഫിഷ് ഫ്രൈ ചെയ്യുന്ന കുറേ സ്റ്റോളുകളും അതെല്ലാം അവിടെയും കാണാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടി തിരക്ക് കൂടുതൽ, കുറച്ചല്ല അധികം തിരക്ക് കൂടുതൽ നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള ശരിക്കുള്ള ഒരു ഹൊഗനിക്കൽ ഫോൾസിലാണ്. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂടെയുള്ളൊരു വഴിയാണ്. ഇത് കണ്ടില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, ഒറ്റ വണ്ടിയിൽ ഈ വഴിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറുതായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു വഴി തന്നെയാണ്. നമ്മുടെ വീരപ്പൻ എന്താ പറയുക, പൂണ്ട് വിളയാടിയ പ്രദേശങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പം ഇതിവിടെ പോകുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഓർമ്മ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഹൊഗനിക്കൽ എത്താറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് ശരിക്കും ഒരു അപ്രതീക്ഷിതമായിട്ടൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തിറങ്ങിയതൊന്നുമല്ല. ഇത് നമ്മളൊരു യൂട്യൂബ് ചാനലിലൊരു വീഡിയോ കണ്ടു, ഈ റിസോർട്ടിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ നേരെ ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്തു, പിറ്റേ ദിവസം ഇറങ്ങി. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്നതൊന്നുമല്ല, പക്ഷെ നല്ലൊരു യാത്ര തന്നെയായിരുന്നു. നമ്മൾ ഇതുവരെ പോവാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ കാഴ്ചകളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിസോർട്ടിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പറും ആ ലൊക്കേഷനെല്ലാം കൊടുക്കാം, ബുക്ക് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കാം. മസ്റ്റായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണത്. നല്ലൊരു ഭംഗിയുള്ളൊരു നല്ല ആംബിയൻസ് ഉള്ളൊരു റിസോർട്ട് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ടൈം വേസ്റ്റായി അല്ലെങ്കിൽ ആ ഒരു പൈസ വേസ്റ്റായി അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരില്ല, ഉറപ്പാണത്. അങ്ങനെ നമ്മൾ ഹൊഗനിക്കലെത്തിയിരിക്കുകയാണ്. ഇവിടെ കൊട്ടവഞ്ചെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഇനി കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം, ടാറ്റ, ബൈ, ടേക്ക് കെയർ. ആരാണ്?